കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സന്ദീപ് വാര്യർ കേൾക്കാമോ? ഓക്കെ. ശ്രീ കൃഷ്ണകുമാറുമായി അല്പസമയം മുമ്പ് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പൊതുവെ അഭിപ്രായപ്പെടുന്നത് പോലെ ഇതൊരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പക്ഷേ ഈ ലൈംഗികാരോപണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതും കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്, കോടതി തള്ളിക്കളഞ്ഞതാണ് എന്നുള്ളതാണ്. ഈ വിവരവുമായി ബന്ധപ്പെട്ട് ശ്രീ കൃഷ്ണകുമാറിനെതിരെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങ് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഈ കേസ് കോടതി കുറ്റവിമുക്തമാക്കിയ ഒരു കേസാണോ, അതാണോ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് വലിയ ബോംബ് എന്ന നിലയ്ക്ക്? നോക്കൂ, എങ്ങനെയാണ് ഒരു ലൈംഗിക പീഡന കേസും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസും ഒരേപോലെ ഒരു കോടതി പരിഗണിക്കുക? കോടതി പരിഗണിച്ചിട്ടുള്ളത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ടാവാം, ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ടാവാം. ഒരിക്കൽ പോലും ഈ ലൈംഗിക അതിക്രമ കേസ് കോടതിയിൽ പരിഗണിച്ചില്ല. അത് വ്യത്യസ്തമായി പരിഗണിക്കണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ ശ്രദ്ധയിട്ടത് വരണ്ടേ? സ്വാഭാവികമല്ല, ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള ഒരു ആൾക്കെതിരെ അത്തരത്തിലൊരു കേസ് വന്നെങ്കിൽ, അത്തരത്തിൽ കോടതിയുടെ പരിഗണനയിൽ വന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? ഇവർ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്, ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ളത് RSS നേതൃത്വത്തിന് മുന്നിലാണ്, BJP നേതൃത്വത്തിന് മുന്നിലാണ്. സ്വാഭാവികമായിട്ടും അതിൽ നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ വീണ്ടും പരാതി കൊടുത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ശ്രീ കൃഷ്ണകുമാർ പറയുന്നത്, ശ്രീ കൃഷ്ണകുമാറിനെതിരെ സ്വത്ത് തർക്ക കേസ് എന്ന് പറയുന്നത് 244/2014 അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണ കേസ് എന്ന് പറയുന്നത് 225/2015 എന്നാണ്. സ്വത്ത് തർക്കത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് ശേഷമാണ് ഈ ലൈംഗികാരോപണ കേസ് ഉണ്ടാകുന്നത് എന്നും അത് പ്രത്യേകം പരിഗണിച്ചതാണ് എന്നുമാണ്. അല്ല, അങ്ങനെ കോടതിയിലാണോ ലൈംഗിക പീഡന കേസുകൾ വരാറുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് അറസ്റ്റ് നടപടികളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കേസും വന്നിട്ടില്ല. വന്നത് മുഴുവൻ ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള, അതായത് മർദ്ദനം അടക്കമുള്ള കേസുകളാണ് വന്നിട്ടുള്ളത്. സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അവരത്തരത്തിൽ കൊടുത്തിട്ടില്ല. ശരി, അങ്ങേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിനുശേഷം ഒരു ലൈംഗികാരോപണ പരാതി ശ്രീ കൃഷ്ണകുമാറിനെതിരെ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അത്തരമൊരു കേസ് അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് യാതൊരു മൊഴിയും അവരിൽ നിന്ന് എടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പോലീസ് അവരുന്ന മൊഴി എടുക്കണ്ടേ? അത്തരത്തിലൊരു മൊഴി എടുത്തിട്ടില്ല. അവർ സംഘടനയ്ക്ക് മുന്നിൽ മാത്രമാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖറിന് പരാതി കൊടുത്തത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അതിന്റെ ദിവസം സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരു പരാതി നേരത്തെ RSSുമായി ബന്ധപ്പെട്ടും BJPയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവരൊരു വളരെ കൃത്യമായിട്ട് പരാതി കൊടുക്കുകയും RSS BJP നേതൃത്വം ഇക്കാര്യത്തിൽ നടപടിയെടുക്കാമെന്നും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതാണ്. അവരെ ഒരുപാട് കാലം ആശ്വസിപ്പിച്ച് നിർത്തിയതാണ്. അത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം കൂടി പറയാം. ഈ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം. ഈ കുട്ടിയെ അതുപോലെ ഇപ്പൊ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെയും ഞാൻ ഇവരുടെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ കൃഷ്ണകുമാർ പറയുന്നതുകൊണ്ട് പറയുകയാണ്, ശ്രീ സുരേഷ് ഗോപി ഈ ഇരയ്ക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇദ്ദേഹം ക്രൂരമായി ആക്രമിച്ച് നട്ടെല്ല് തകർക്കുന്ന രീതിയിൽ ആക്രമിച്ചതിന്റെ ഭാഗമായി ആശുപത്രിയിൽ കിടന്നപ്പോ സുരേഷ് ഗോപിയാണ് ചികിത്സാ സഹായം കൊടുത്തത്. ഇതൊക്കെ നിഷേധിക്കാൻ കഴിയും? പക്ഷെ അല്ല, ഇതൊക്കെ ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും സന്ദീപ് വാര്യർ പറയുന്നു എന്നുള്ളതുകൊണ്ട് അംഗീകരിക്കണമെന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖറിന് പുതുതായി ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് വിവരമുണ്ട് എന്നാണ് അങ്ങ് അവകാശപ്പെടുന്നത്. അല്ല, പരാതി പുറത്തു വന്നല്ലോ. ഇനിയിപ്പം എനിക്ക് വിവരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ കാര്യം? പരാതി ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഇതിലെ ന്യായങ്ങളൊക്കെ കോടതിയുടെ മുന്നിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ആണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. പരാതി വന്നിരിക്കുന്നു. പരാതി എന്താണ്? ഒരു ലൈംഗിക പീഡന പരാതിയാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള മാതൃകാപരമായിട്ട് നിലപാടുണ്ട്. അവിടെ ഞങ്ങൾ എവിടെയും അതിന്റെ ഓതന്റിസിറ്റിയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലോ പരിശോധിച്ചത്. അവിടെ ഒരു പരാതി വന്നു. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തന പരാതി വന്നപ്പോ നടപടിയെടുത്തു. ഇനി BJP ആ മാതൃക പിന്തുടരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അതോ കൃഷ്ണകുമാറിന് ന്യായീകരിക്കാനും നുണ പറയാനും പിടിച്ചു നിൽക്കാനും വേണ്ടി വീണ്ടും അവസരങ്ങൾ കൊടുക്കുമോ എന്ന് മാത്രമാണ്.